കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ മീറ്റിങ്ങുകളാണ് നമ്മൾ നടത്തിയത്. ആശങ്കയോടെയാണ് ഓരോ മീറ്റിങ്ങിനും വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, അസ്വസ്ഥരായിട്ടാണ് മടങ്ങുന്നത്. ഇന്നലെ ഉണ്ടായ പ്രത്യേകത, ആശങ്കയോടെ തന്നെയാണ് പോയത്, പക്ഷേ ആശ്വാസത്തോടെ മടങ്ങാൻ പറ്റി. പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു തുടക്കമാണ്. പറഞ്ഞ വാക്കുകൾ അധികാര സ്ഥാനങ്ങളിലുള്ളവർ കൃത്യമായി പാലിച്ചാൽ കുറെ കൂടി പ്രകാശം പരത്താവുന്ന വഴികൾ നമുക്ക് വെട്ടിയൊരുക്കാൻ പറ്റും. പലവട്ടം സമവായ ചർച്ചകൾ നടന്ന് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടത് അധികാര സ്ഥാനങ്ങളിലുള്ളവർ അവസാന നിമിഷങ്ങളിൽ പിന്മാറിയത് കൊണ്ടാണല്ലോ. ഇത്തവണ അത് നടക്കാതിരിക്കട്ടെ. ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഒരു സമവായ ഫോർമുല അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് എല്ലാ ആത്മായ സഹോദരങ്ങളും നമ്മുടെ അതിരൂപതയിലെ വൈദികരും സർവാത്മന സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല തുടക്കമാണ്. അധികാര സ്ഥാനങ്ങളിലുള്ള മെത്രാന്മാർ കൂടി, അത് ഏത് രൂപതയിലുള്ളവരാണെങ്കിലും, ആ സമവായത്തെ അംഗീകരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്താൽ ഇത് തീർച്ചയായും വിജയിക്കും. എറണാകുളത്തെ വൈദികരും ജനങ്ങളും എടുത്തത് സഭാ സംവിധാനത്തിൽ തന്നെ നിന്നുകൊണ്ട് തുറവിയോടെ കാര്യങ്ങൾ കാണുന്ന പുരോഗമനപരമായ ക്രിസ്തു മനസ്സിനിണങ്ങിയ സുവിശേഷാധിഷ്ഠിതമായ കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെയാണ്. അതിനെ നമുക്കൊരിക്കലും തള്ളിക്കളയാനോ തള്ളിപ്പറയാനോ പറ്റില്ല. അതുകൊണ്ട് എത്രയെല്ലാം തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർന്നുള്ള ആ കുർബാന അർപ്പണ രീതി നമുക്ക് വേണം. നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം. അത് നമ്മുടെ ബഹുമാന്യരായ പിതാക്കന്മാർക്കും മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വരും നാളുകളിൽ സമരങ്ങളെയും കലഹങ്ങളെയും കൂടുതൽ സമാധാനവും സമവായവും ഉണ്ടാകട്ടെ എന്നാണ് ആശംസയും പ്രാർത്ഥനയും. ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, ചോര ചിന്തിയ, മർദ്ദനമേറ്റ, അവഹേളിതരായ വൈദികരും അൽമായരുമാണ് ഈ അതിരൂപതയിലുള്ളത്. അതെല്ലാം അവർ സഹിച്ചത് ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർന്നുള്ള കുർബാനയർപ്പണത്തിന് വേണ്ടി മാത്രമാണ്. അതൊരു പിടിവാശിയല്ല, അത് ക്രിസ്തുവിനോട് ചേർന്നുള്ള അവരുടെ യാത്രയുടെ ഭാഗമായിരുന്നു. അതിലവർ ഒരു പരിധിവരെയെങ്കിലും വിജയിച്ചു എന്ന് നമുക്ക് പറയാം. തീർച്ചയായും അതിനെ തള്ളിപ്പറയാൻ ആർക്കുമാവില്ല. ഇതൊരു നല്ല തുടക്കമാവട്ടെ.